ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ബയോമേറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BSc കോംപ്ലിമെൻ്ററി ബോട്ടണിയിലെ ടിഷ്യൂ സിസ്റ്റത്തിലെ അവസാനത്തെ ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം ഓർ ദി വാസ്കുലർ ബണ്ടിൽസ്. അപ്പോൾ നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റവും ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റവും വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദെൻ എൻ്റെ ഈ നോട്ട്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ മെയിൽ ഐഡിയിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഈ നോട്ട്സ് ഞാൻ പേഴ്സണലി സെൻഡ് ചെയ്യുന്നതായിരിക്കും. biomate.online@gmail.com എന്നതാണ് മെയിൽ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തണ്ട. സോ നമുക്ക് മൂന്നാമത്തെ പോർഷനിലേക്ക് പോകാം, ദാറ്റ് ഈസ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം ഓർ ദി വാസ്കുലർ ബണ്ടിൽസ്. മറ്റ് രണ്ട് വീഡിയോസും കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ വരാവുള്ളൂ, ദാറ്റ് ഈസ് ഇറ്റ്സ് കണ്ടിന്യൂഷനാണ്. സോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നോക്കുക. സോ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം ഓർ ദി വാസ്കുലർ ബണ്ടിൽസ്. അപ്പോൾ വാസ്കുലർ ബണ്ടിൽസ് ഏതാണെന്ന് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പഠിച്ചു, ദാറ്റ് ഈസ് സൈലം ആൻഡ് ഫ്ലോയം. സോ വാസ്കുലറൈസേഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ വാസ്കുലർ ബണ്ടിൽസ് നമുക്കറിയാം, സൈലമാണ്, ഫ്ലോയമാണ് എന്നെല്ലാം നമുക്കറിയാം. അപ്പോൾ ഈ വാസ്കുലറൈസേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കണം ആദ്യം. So it is an advanced adaptive feature of the higher plants. It is specialized for the conduction of the water and minerals and also for the translocation of the organic food. Vascular bundles have xylem and phloem with or without fascicular cambium. Vascular bundles remain scattered in the well-developed pith. It is called as the medullary vascular bundles. Vascular bundles remains in the cortical region of stem and are known as the cortical vascular bundles. So vascularization, it is an advanced adaptive feature of higher plants. ഹയർ പ്ലാന്റ്സിൽ ഉള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറാണ് ഫോർ അഡാപ്റ്റേഷന് വേണ്ടിയുള്ള ഒരു ഫീച്ചറാണ് വാസ്കുലറൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് സ്പെഷ്യലൈസ്ഡ് ഫോർ ദി കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ആൻഡ് ആൾസോ ഫോർ ദ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഓർഗാനിക് ഫുഡ്സ്. അപ്പം വാട്ടറിൻ്റെയും മിനറൽസിൻ്റെയും കണ്ടക്ഷന് വേണ്ടിയും ഓർഗാനിക് ഫുഡ്സിൻ്റെ ട്രാൻസ്ലൊക്കേഷന് വേണ്ടിയുമാണ്. സോ വാട്ടറിൻ്റെയും മിനറൽസിൻ്റെയും കണ്ടക്ഷൻ നടത്തുന്നത് ആരാണ്? സൈലവും. ഓർഗാനിക് ഫുഡ്സിൻ്റെ ട്രാൻസ്ലൊക്കേഷൻ നടത്തുന്നത് ഫ്ലോയവുമാണ്. So vascular bundles have xylem and phloem without fascicular cambium. Fascicular cambiums ഉള്ള സൈലവും ഇല്ലാത്ത സൈലവും ഉള്ള ഫ്ലോയവും ഇല്ലാത്ത ഫ്ലോയവുമായിട്ട് വാസ്കുലർ ബണ്ടിൽസ് ഉണ്ട്. സോ ക്യാമ്പിയം ഉള്ളത് ക്യാമ്പിയം ഇല്ലാത്തതുകൊണ്ട് അതിന് ഇങ്ങനെ സൈലവും ഫ്ലോയും ഒരുമിച്ച് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത്. ഇനി പിത്തിൽ സ്കാറ്റേഡ് ആയിട്ട് വാസ്കുലർ ബണ്ടിൽസ് റിമെയിൻ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് മെഡുലറി വാസ്കുലർ ബണ്ടിൽസും. ഇനി കോർട്ടിക്കൽ റീജിയനിലാണ് കാണുന്നതെങ്കിൽ അതിനെ കോർട്ടിക്കൽ വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നു. ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ഇനി നമുക്ക് ഈ വാസ്കുലർ ബണ്ടിൽസ് എങ്ങനെയാണ് ഒറിജിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഉണ്ടാവുന്നതെന്നും അതെങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതെന്നും ഒരു പോർഷനുണ്ട്. ആ പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. The vascular tissue system develops from the procambium of apical meristem. The cells in the promeristem go on dividing longitudinally and results in the formation of long slender cells. These strands of meristematic tissues form procambium from which the vascular unit, xylem and phloem are formed. At first the procambium is in the form of isolated strands, then it increases its diameter and finally procambium cylinders fuse together to form vascular cylinders. The first phloem and xylem cells differentiates and matures on the inner and the outer margins of procambial strands, while the procambium goes developing and promeristem cells multiplies. Phloem matures much earlier than the xylem, and the matured phloem separated from the xylem radially by procambium and tangentially by promeristem. And based on the arrangement of xylem and phloem, vascular bundles are classified into radial bundles and conjoint bundles. So the vascular tissue system develops from procambium of apical meristem. പ്രോക്യാമ്പിയം എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് റീജിയൻസിലെ ഏറ്റവും ടിപ്പിലുള്ളതാണ് എപ്പിക്കൽ മെരിസ്റ്റം. സോ എപ്പിക്കൽ മെരിസ്റ്റത്തിലെ പ്രോക്യാമ്പിയത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ദ സെൽസ് ഇൻ പ്രോമെരിസ്റ്റം ഗോ ഓൺ ഡിവൈഡിങ് ലോങ്ങിറ്റ്യൂഡിനലി ആൻഡ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലോങ് സ്ലെൻഡർ സെൽസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രോമെരിസ്റ്റത്തിലെ സെൽസ് ലോങ്ങിറ്റ്യൂഡിനലി ഡിവിഷൻ സംഭവിച്ചിട്ട് ഡിവിഷൻ നടന്നിട്ട് മൾട്ടിപ്ലൈ ആയിട്ടുള്ള ഡിവിഷൻ നടന്നിട്ട് താഴേക്ക് ലോങ് സ്ലെൻഡർ സെൽസിനെ ഫോം ചെയ്യുന്നു. And these strands of meristematic tissues form procambium from which the vascular unit, xylem and phloem are formed. ഈ പ്രോമെരിസ്റ്റം ഡിവൈഡ് ചെയ്താണ് ഏതുണ്ടാവുന്നത്? ഇങ്ങനെ പ്രോമെരിസ്റ്റം ഡിവൈഡ് ചെയ്യുന്ന ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ നിന്നാണ് പ്രോക്യാമ്പിയം ഉണ്ടാവുന്നത്. ഈ പ്രോക്യാമ്പിയത്തിൽ നിന്നാണ് സൈലവും ഫ്ലോയും ഫോം ചെയ്യുന്നത്. ജസ്റ്റ് എന്താണ് ഒറിജിൻ എന്നാണ് മാത്രമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഡെവലപ്മെൻറ്റ് നോക്കാം.
At first, the procambium is in the form of isolated strands, then it increases its diameter and finally the procambium cylinders fuse together to form the vascular cylinders. ആദ്യത്തെ സമയത്ത് പ്രോക്യാമ്പിൻ ജസ്റ്റ് ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റ സ്ട്രാൻഡ് ആയിട്ടാണ് കാണുന്നത്. പിന്നീട് ഇത് ഡിവിഷൻ സംഭവിച്ച് ഡയമീറ്റർ എല്ലാം ഇൻക്രീസ് ചെയ്തുകൊണ്ട് പ്രോക്യാമ്പിയം സിലിണ്ടേഴ്സ് ഇൻക്രീസ് ചെയ്ത് വളർന്ന്, അതായത് ഡയമീറ്റേഴ്സ് ഇൻക്രീസ് ചെയ്ത് സെല്ലിൽ എൻലാർജ് ചെയ്തിട്ട് ഈ സിലിണ്ടേഴ്സ് എല്ലാം കൂടി ഈ പ്രോക്യാമ്പിയം സ്ട്രാൻഡ്സ് എല്ലാം കൂടി സിലിണ്ടേഴ്സായിട്ട് ഫോം ചെയ്യുന്നു. ലൈക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. അങ്ങനെ ഫ്യൂസ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഉണ്ടാകുന്ന അവസാനത്തെ ഒരു സ്ട്രക്ചറാണ് വാസ്കുലർ സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഈ പ്രോക്യാമ്പിയം സിലിണ്ടേഴ്സ് ഫ്യൂസ് ചെയ്തിട്ട് വാസ്കുലർ സിലിണ്ടേഴ്സ് ഉണ്ടാവുന്നു. ആദ്യത്തെ സമയത്ത് ഈ പ്രോക്യാമ്പിയം ജസ്റ്റ് ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഡിവിഷൻ സംഭവിച്ചതിന് ശേഷമാണ് ഇത് ഡിവിഷൻ സംഭവിച്ച് എൻലാർജ് ചെയ്യുകയും അത് പിന്നെ ഫ്യൂസ് ചെയ്ത് ഈ സിലിണ്ടേഴ്സ് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് വാസ്കുലർ സിലിണ്ടേഴ്സ് ആയിട്ട് മാറുകയും ചെയ്യും. And the first phloem and xylem cells differentiates and matures on the inner and the outer margins of procambial strands. അപ്പോൾ ഫസ്റ്റ് ഫ്ലോയവും ഫസ്റ്റ് സൈലവും സെൽസ് എല്ലാം ഡിഫറൻഷ്യേറ്റ് ആവുകയും പ്രോക്യാമ്പിയൽ സ്ട്രാൻഡ്സിൻ്റെ ഇന്നറിലും ഔട്ടറിലുമായിട്ട് അങ്ങനെ ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വാസ്കുലർ സിലിണ്ടേഴ്സ് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഈ പ്രോക്യാമ്പിയൽ സ്ട്രാൻഡ്സിൻ്റെ പുറത്തും അകത്തുമായിട്ട് ഫ്ലോയവും സൈലവും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മെച്യൂർ ചെയ്ത് ഫോം ചെയ്യുന്നു. While the procambium goes developing and promeristem cells multiplying. ഈ സമയത്ത് പ്രോക്യാമ്പിയം അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. മാത്രമല്ല പ്രോമെരിസ്റ്റം മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രോമെരിസ്റ്റം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് പ്രോക്യാമ്പിയം ഫോം ചെയ്യണം. പ്രോക്യാമ്പിയം ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ സംഭവിച്ച് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ സംഭവിച്ച് നമുക്ക് അവിടെ എന്ത് ഫോം ചെയ്യണം? വാസ്കുലർ സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ വാസ്കുലർ ബണ്ടിൽസ് ഓർ ഫ്ലോയോ സൈലവും ഫോം ചെയ്യണം. അപ്പോൾ ഫ്ലോയോ സൈലവും അവിടെ ഫോം ചെയ്യുന്നു. ഇന്നറും ഔട്ടറും ആയിട്ട് ആ സ്ട്രാൻഡ്സിൻ്റെ പുറത്തും അകത്തുമായിട്ട് ഫോം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെയും ബാക്കി പ്രോസസ്സ് എല്ലാം അതിൻ്റെ പിറകെ നടക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഫ്ലോയം മെച്യൂർസ് മച്ച് ഏർലിയർ ദാൻ സൈലം. ആദ്യം മെച്യൂർ ആവുന്നത് ഇങ്ങനെ ഡിവിഷനൊക്കെ സംഭവിച്ച് ഫ്ലോയോ സൈലം ഒക്കെ ഫോം ചെയ്തിട്ട് ആദ്യം മെച്യൂർ ആവുന്നത് ഏതാണ്? ഫ്ലോയമാണ്. അതിന് ശേഷമാണ് സൈലം മെച്യൂർ ആവുന്നത്. And the matured phloem separated from xylem radially by procambium and tangentially by promeristem. ഇനി ഈ മെച്യൂർ ചെയ്യുന്ന ഫ്ലോയവും സൈലവും തമ്മിൽ റേഡിയലി സെപ്പറേറ്റ് ചെയ്യുന്നത് പ്രോക്യാമ്പിയം ആയിരിക്കും. ടാൻജൻഷ്യലി പ്രോമെരിസ്റ്റം സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്ര മാത്രം ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഫിഗറായിട്ട് നിങ്ങൾ ചോദിക്കത്തൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് മാത്രം ഡെവലപ്മെൻറ്റ് ഒറിജിനും എങ്ങനെയാണെന്ന് മാത്രം പഠിച്ചു വെച്ചേക്കുക. സിമ്പിളാണ്. പ്രോമെരിസ്റ്റത്തിൽ നിന്ന് പ്രോക്യാമ്പിയം, ദെൻ പ്രോക്യാമ്പിയം എല്ലാം ഡിവിഷന് സംഭവിച്ച് അവിടെ സൈസും ഇൻക്രീസ് ചെയ്താണ് ഫോം ചെയ്യുന്നത്. പ്രോക്യാമ്പിയത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രോക്യാമ്പിയം സിലിണ്ടേഴ്സ് ഫ്യൂസ് ചെയ്തിട്ട് വാസ്കുലർ സിലിണ്ടേഴ്സ് ഫോം ചെയ്യുന്നു. ഇനി ആദ്യം മെച്യൂർ ആവുന്നത് ആരാണ്? ഫ്ലോയോ ആണ്. രണ്ടാമതാണ് സൈലം മെച്യൂർ ആവുന്നത്. ഇനി ഫ്ലോയത്തിനെയും സൈലത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതും ഈ പ്രോക്യാമ്പിയവും പ്രോമെരിസ്റ്റും ആണ്. ഇത്ര മാത്രം പഠിച്ചു വെച്ചേക്കാം. ഇനി സൈലം ഫ്ലോയെ നമ്മൾ പറഞ്ഞു അറേഞ്ച്മെൻറ്റ് ഉണ്ട്. അവർ ഇന്നറും ഔട്ടറും ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും അറേഞ്ച്മെൻറ്റ് വെച്ച് വാസ്കുലർ ബണ്ടിൽസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് റേഡിയൽ ബണ്ടിൽസ് ആൻഡ് കൺജോയിൻറ്റ് ബണ്ടിൽസ്. റേഡിയൽ ബണ്ടിൽസ് നമുക്ക് ഏതാണെന്ന് നോക്കാം. The xylem and phloem are arranged in separate units in alternative radii with non-conducting conjunctive tissues in between them. So സൈലവും ഫ്ലോയവും സെപ്പറേറ്റ് ആയിട്ട് ഒരു ആൾട്ടർനേറ്റീവ് റേഡിയയിൽ അറേഞ്ച് ചെയ്യുന്നതാണ് റേഡിയൽ ബണ്ടിൽസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് അവരുടെ ഇടയിലായിട്ട് നോൺ കണ്ടക്റ്റീവ് ആയിട്ടുള്ള കൺജക്റ്റീവ് ടിഷ്യൂസും പ്രസൻ്റ് ആണ്. സോ ഈ ഫിഗർ നോക്കൂ, ജസ്റ്റ് ഒരു സർക്കിളായിട്ട് അപ്പോൾ ഒരു റേഡിയയിൽ തന്നെ ചുറ്റും ഈ ഫ്ലോയവും സൈലവും സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നു. അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് നോൺ കണ്ടക്റ്റിംഗ് കൺജക്റ്റീവ് ടിഷ്യൂസും പ്രസൻ്റ് ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസ്. ദ സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഇൻ സെയിം റേഡിയ ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് ഈച്ച് അതർ. സൈലവും ഫ്ലോയവും ഒറ്റ റേഡിയയിൽ അല്ലെങ്കിൽ രണ്ടും അടുത്തടുത്തായിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസ്. ഇനി ഒരേ റേഡിയയിലാണെങ്കിൽ അത് റേഡിയൽ ബണ്ടിൽസും, ഇനി സെപ്പറേറ്റ് യൂണിറ്റ്സിൽ ആൾട്ടർനേറ്റ് ആയിട്ട് റേഡിയ ആണെങ്കിൽ റേഡിയൽ ബണ്ടിൽസും, ഇനി ഒരുമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അത് കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസും ആണ്. കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: കൊളാക്ട്രൽ, ബൈകൊളാക്ട്രൽ, കോൺസെൻട്രിക്. ഇനി കൊളാക്ട്രലിൽ തന്നെ കൊളാക്ട്രൽ ഓപ്പൺ ഉണ്ട്, കൊളാക്ട്രൽ ക്ലോസ്ഡ് ഉണ്ട്. ഇനി ഫസ്റ്റ് കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസിലെ കൊളാക്ട്രൽ നോക്കാം. കൺജോയിൻറ്റ് ബണ്ടിൽസ് ഇൻ വിച്ച് ദ സൈലം ആൻഡ് ഫ്ലോയം ലൈ സൈഡ് ബൈ സൈഡ് ഓൺ ദ സെയിം റേഡിയസ്. അപ്പോൾ സൈഡ് ബൈ സൈഡായിട്ട് ഒരേ റേഡിയസിൽ അറേഞ്ച് ചെയ്തേക്കുന്നതാണ് കൊളാട്രൽ കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, സൈലവും ഫ്ലോയും അടുത്തടുത്തായിരിക്കും, സെയിം റേഡിയസിലായിരിക്കും, ഒരേ സ്ഥലത്തായിരിക്കും ലൈ ചെയ്യുന്നത്. അതാണ് കൊളാട്രൽ എന്ന് പറയുന്നത് കൊളാട്രൽ കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസ്.
ഈ കൊളാക്ട്രൽ ഓപ്പൺ ആണെങ്കിൽ കാമ്പിയം പ്രസൻ്റ് ആണ്, കൊളാക്ട്രൽ ക്ലോസ്ഡ് ആണെങ്കിൽ കാമ്പിയം ആബ്സെൻ്റ് ആണ്. ഇത് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ വിചാരിക്കും കാമ്പിയം പ്രസൻ്റ് ആയിട്ട് ഈ ഫ്ലോയത്തിനെയും സൈലത്തിനെയും അടച്ച് ഇടയിലായിട്ട് ഒരു അടപ്പിടുന്നത് പോലെ കാമ്പിയം പ്രസൻ്റ് ആണ്, അതുകൊണ്ട് അത് എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും എന്ന് പറയും. അത് തെറ്റാണ്. അപ്പം അങ്ങനെയൊന്ന് മനസ്സിലാക്കി വെച്ചെങ്കിൽ ഒരുപാട് പേർക്ക് തെറ്റുന്നതാണ്. അപ്പം തിരിച്ച് ചിന്തിച്ചാലും മതി. ഓപ്പൺ ആണെങ്കിൽ അവിടെ കാമ്പിയം ഉണ്ട്, ഓപ്പൺ അല്ല ക്ലോസ്ഡ് ആണെങ്കിൽ അവിടെ കാമ്പിയം ഇല്ല. സോ അപ്പോൾ ഫ്ലോയോ സൈലോ അതിൻ്റെ ഇടയിൽ കാമ്പിയം പ്രസൻ്റ് ആണ് എങ്കിൽ കൊളാക്ട്രൽ ഓപ്പണും, കാമ്പിയം ആബ്സെൻ്റ് ആണ് എങ്കിൽ കൊളാക്ട്രൽ ക്ലോസ്ഡും ആണ്. സോ കൊളാക്ട്രൽ കഴിഞ്ഞു. കൊളാക്ട്രൽ ഓപ്പണും കൊളാക്ട്രൽ ക്ലോസ്ഡും. നമുക്ക് ബൈ കൊളാക്ട്രൽ നോക്കാം. A median part of the xylem flanked by patches of phloem on either side and the phloem patch seen outer to xylem called outer phloem, inner to xylem called inner phloem. അപ്പോൾ നമ്മൾ ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും സൈലം ഒരു മീഡിയൻ പാച്ചായിട്ടാണ് കാണുന്നത്. അതിന് ഔട്ടറായിട്ട് ഔട്ടർ ഫ്ലോയോ ഉണ്ട്, ഇന്നറായിട്ട് ഇന്നർ ഫ്ലോയോ ഉണ്ട്. അപ്പോൾ അവിടെ ഔട്ടർ കാമ്പിയം ഉണ്ട്, ഇന്നർ കാമ്പിയം ഉണ്ട്. ഓക്കെ, ഇനി ഇൻ്റർ ഫാസിക്കുലാർ കാമ്പിയംസ് പ്രസൻ്റ് ആണ്. സൈലത്തിൻ്റെയും ഔട്ടർ ഫ്ലോയത്തിൻ്റെയും ഇടയിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇന്നർ ഫ്ലോയത്തിൻ്റെയും സൈലത്തിൻ്റെ ഇടയിൽ പ്രസൻ്റ് അല്ല. പിന്നെ ഔട്ടർ ഫ്ലോയത്തിൻ്റെയും സൈലത്തിൻ്റെയും ഇടയിൽ ഇൻട്രാഫാസിക്കുലാർ കാമ്പിയം പ്രസൻ്റ് ആണ്. ഇത് ഓപ്പൺ കൊളാക്ട്രൽ ബണ്ടിൽസിനെയൊക്കെ റിസംബിൾ ചെയ്യുന്നു. ജസ്റ്റ് പറഞ്ഞേക്കുന്നതേ ഉള്ളൂ, അതൊന്നും ജസ്റ്റ് വായിച്ചാൽ മതി. ബൈ കൊളാക്ട്രൽ ചോദിച്ചാൽ എഴുതേണ്ടത് ഒരു മീഡിയൻ പാച്ച് ഓഫ് സൈലം ഉണ്ട്, അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഫ്ലോയം ഉണ്ട്. അത് സൈലത്തിന് പുറത്തേക്കാണെങ്കിൽ അവിടെയുള്ള ഫ്ലോയത്തിന് പറയുന്നത് ഔട്ടർ ഫ്ലോയം എന്നും, സൈലത്തിനകത്തോട്ട് ഇരിക്കുന്നതാണ് ആ ഫ്ലോയത്തിന് പറയുന്നതാണ് ഇന്നർ ഫ്ലോയം. ഓക്കെ, ഈ ഫിഗർ നോക്കൂ. സൈലം നടുക്കൊണ്ട് മുകളിലായിട്ടാണ് ഔട്ടർ ഫ്ലോയം പറഞ്ഞേക്കുന്നത്, അതാണ് അവിടെയാണ് ഔട്ടർ സൈലം. അപ്പോൾ അത് അവിടെ ഔട്ടർ കാമ്പിയം ഉണ്ട്, താഴെ ഇന്നർ ഫ്ലോയം, ഇന്നർ കാമ്പിയം. ലാസ്റ്റ് വൺ ഈസ് ദ കോൺസെൻട്രിക് വാസ്കുലാർ ബണ്ടിൽസ്. സോ നമ്മൾ കൊളാക്ട്രൽ ബണ്ടിൽസ് നോക്കി, ബൈ കൊളാക്ട്രൽ നോക്കി, ദെൻ കോൺസെൻട്രിക് വാസ്കുലാർ ബണ്ടിൽസ്. ഇതൊക്കെ ഏതിൻ്റെ ഡിവിഷനാണ് നമ്മളിപ്പോൾ പറയുന്നത്? കൺജോയിൻ്റ് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഡിവിഷനാണ് പറയുന്നത്. റേഡിയൽ ബണ്ടിലും കൺജോയിൻ്റ് ബണ്ടിലുമാണ് സൈലം ഫ്ലോയത്തിൻ്റെ ഏറ്റവും ലോങ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. കൺജോയിൻറ്റിനെയാണ് നമ്മൾ വീണ്ടും കൊളാക്ട്രൽ, ബൈ കൊളാക്ട്രൽ, കോൺസെൻട്രിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. കൊളാക്ട്രലിനെ നമ്മൾ വീണ്ടും കൊളാക്ട്രൽ ഓപ്പൺ, കൊളാക്ട്രൽ ക്ലോസ്ഡ് ആക്കി ക്ലാസിഫൈ ചെയ്തു. ബൈ കൊളാക്ട്രൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് വൺ ഈസ് ദ കോൺസെൻട്രിക് വാസ്കുലാർ ബണ്ടിൽ. ദ വാസ്കുലാർ ടിഷ്യൂ എൻക്ലോസസ് ഈച്ച് അതർ. അപ്പം രണ്ടും തമ്മിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? കോൺസെൻട്രിക് വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ എൻക്ലോസ് ചെയ്ത്, ഈ തമ്മിൽ ഗ്യാപ്പൊന്നും ഇല്ലാതെ രണ്ടും തമ്മിൽ അങ്ങ് എൻക്ലോസ് ചെയ്തിരിക്കുന്നു. അതാണ് കോൺസെൻട്രിക് വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നീ സൈലം ഫ്ലോയത്തിന് എറൗണ്ടായിട്ടിരിക്കും, അല്ലെങ്കിൽ ഫ്ലോയം സൈലത്തിന് എറൗണ്ടായിട്ടിരിക്കും. ജസ്റ്റ് അവിടെ ഡിവിഷനൊന്നുമില്ല, വേറെ കാറ്റഗറീസ് ഒന്നുമില്ല. സൈലം ഫ്ലോയത്തിന് ചുറ്റുമിരിക്കും, അല്ലെങ്കിൽ ഫ്ലോയം സൈലത്തിന് ചുറ്റുമായിട്ടിരിക്കും. ഇനി സൈലം ഫ്ലോയത്തിന് ചുറ്റുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലെപ്റ്റോസെൻട്രിക് അല്ലെങ്കിൽ ആംബിവാസൽ ബണ്ടിൽസ് എന്നും. ഇനി ഫ്ലോയം സൈലത്തിന് ചുറ്റുമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഹാഡ്രോസെൻട്രിക് അല്ലെങ്കിൽ ആംഫി ക്രൈബ്രൽ ബണ്ടിൽസ് എന്നും പറയും. ഇനി ലെപ്റ്റോ സെൻട്രിക്ക് കാണുന്നത് ചില ഡൈക്കോട്സിൻ്റെയൊക്കെ മെഡുലയിലാണ്. ഇനി ഫേൺസിൻ്റെയൊക്കെ മെരിസ്റ്റലിസിലാണ് ഈ ഹാഡ്രോസെൻട്രിക് ബണ്ടിൽസ് കാണുന്നത്. ഇത്ര മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പം ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ്ഡ് ഓഫ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം ആൻഡ് ഓൾസോ നമ്മൾ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പഠിച്ചു. എന്താണ് വാസ്കുലറൈസേഷൻ എന്നും പഠിച്ചു. സോ ഇതാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ വാസ്കുലാർ ബണ്ടിൽസ് ആയിട്ടുള്ള സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും പോർഷൻ. അപ്പോൾ നമ്മൾ 3 വീഡിയോ ആയിട്ട് ഏതൊക്കെ ഡിസ്കസ് ചെയ്തു? ടിഷ്യൂ സിസ്റ്റം എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, സിമ്പിളാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ ക്ലാസിഫിക്കേഷനാണ്. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും അറേഞ്ച്മെൻറ്റ് വെച്ചുള്ള ആ നെയിമിങ്സ് ആണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. എന്താണ് ബൈകൊളാക്ട്രൽ, എന്താണ് കൊളാക്ട്രൽ എന്നൊക്കെ ചോദിക്കും. അപ്പം ഇത്രയാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ വാസ്കുലാർ ബണ്ടിൽസ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് 2 വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈ ചാപ്റ്റർ നല്ല സിമ്പിളാണ്. ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ ക്ലാസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു പോർഷനുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. താങ്ക് യു സോ മച്ച്. സീ യു സൂൺ.